തങ്ങൾ പിരിഞ്ഞിട്ടുമില്ല, താൻ ഭർത്താവിനെ തേച്ചിട്ടുമില്ല എന്ന് പറയുകയാണ് രഞ്ജി കുഞ്ചു എന്ന രഞ്ജിനി തോമസ്. സോഷ്യൽ മീഡിയയിൽ കൂടി ഏവർക്കും സുപരിചിതയാണ് രഞ്ജിനി തോമസ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ മിന്നും താരം കൂടിയാണ് രഞ്ജിനി കുഞ്ചു എന്ന രഞ്ജിനി തോമസ്. രഞ്ജിനി എന്തുകൊണ്ടാകും ഈ ഒരു തേപ്പിനെ പറ്റി പറയുന്നതെന്ന് നോക്കാം. നടൻ സണ്ണി വെയിന്റെ ഭാര്യയാണ് രഞ്ജിനി തോമസ്. അത് തന്നെയാണ് രഞ്ജിനി ഇപ്പോൾ ഇങ്ങനെ പറയുവാനുള്ള കാരണവും. പലപ്പോഴും തങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോകളോ പോസ്റ്റുകളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാതെയാകുമ്പോൾ പലരും തങ്ങൾ വേർപിരിഞ്ഞു, താൻ അദ്ദേഹത്തെ തേച്ചു എന്നിങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് രഞ്ജിനി തോമസ് പറയുകയാണ്. അതുകൊണ്ടാണ് താൻ പിരിഞ്ഞിട്ടില്ല, തേച്ചിട്ടില്ല എന്ന വെളിപ്പെടുത്തലുകളുമായി രഞ്ജിനി തോമസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ ഡാൻസ് വീഡിയോകളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓളം തീർക്കാറുള്ള കലാകാരി കൂടിയാണ് ഈ രഞ്ജിനി തോമസ്. രഞ്ജിനി ഇപ്പോൾ സ്വന്തമായി തന്നെ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഡാൻസിംഗ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു മുൻപ് രഞ്ജിനി തോമസ്. നടൻ സണ്ണി വെയിന്റെ ഭാര്യ കൂടിയാണ് രഞ്ജിനി. എന്നാൽ പക്ഷേ രഞ്ജിനിയുടെയോ സണ്ണി വെയിന്റെയോ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും തന്നെ ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒന്നും കാണാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഏതെങ്കിലും ഒക്കേഷനിലൊക്കെ പങ്കുവെക്കാറുള്ളൂ. അതിനു പിന്നിലെ തങ്ങളുടെ ഒരു തീരുമാനമാണെന്നാണ് രഞ്ജിനി തോമസ് പറയുന്നത്. എന്നാൽ പക്ഷേ ഇതൊന്നും അറിയാതെ ഇവർ തമ്മിൽ പിരിഞ്ഞുവെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കൂടി പറയാറുള്ളത്. മഹിളാ രത്നത്തിന് നൽകിയ ഏറ്റവും പുതിയൊരു അഭിമുഖത്തിലാണ് രഞ്ജിനി തോമസ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഭർത്താവ് സണ്ണി വെയിന്റെ പിന്തുണ അദ്ദേഹം തന്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ ഇടപെടില്ല എന്നതാണെന്നും രഞ്ജിനി തോമസ് പറയുന്നുണ്ട്. തന്റേതായ ഒരു ഇടം തനിക്ക് അദ്ദേഹം തന്നു എന്നത് തന്നെയാണ് തന്നെ പിന്തുണയ്ക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി രഞ്ജിനി തോമസ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് നടി സണ്ണി വെയിന്റെ ഭാര്യ എന്ന ലേബൽ മുന്നോട്ട് പോകും തോറും ഒരു ഭാരമായോ എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും രഞ്ജിനി തുറന്നു പറയുന്നുണ്ട്. കാരണം എന്നാൽ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് താൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പക്ഷേ അദ്ദേഹത്തിന്റെ പ്രൊഫഷനായ സിനിമയും തന്റെ പ്രൊഫഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നും രഞ്ജിനി പറയുന്നുണ്ട്. താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോഴും മുന്നോട്ട് പോകുമ്പോഴും മറ്റേതൊരു സ്ത്രീയെയും പോലെ തന്നെ തനിക്കും സ്ട്രഗിളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് രഞ്ജിനി തോമസ് പറയുന്നത്. എന്നാൽ പക്ഷേ പലപ്പോഴും തന്റെ ആ പരിശ്രമങ്ങൾക്ക് ഈ ഒരു ലേബൽ കൊണ്ട്, അതായത് നടന്റെ ഭാര്യ എന്നുള്ള ലേബൽ കൊണ്ട് അഭിനന്ദനങ്ങൾ ലഭിക്കാറില്ല എന്നും രഞ്ജിനി തോമസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ നടന്റെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന മട്ടിലായിരുന്നു എല്ലാവരും തന്നെ കണ്ടിരുന്നതെന്നാണ് രഞ്ജിനി തോമസ് പറയുന്നത്. അതോടെ തന്നെ താനും ഭർത്താവും ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ വ്യക്തിബന്ധങ്ങളെ ഒന്നും പബ്ലിഷ് ചെയ്യേണ്ട എന്നായിരുന്നു ആ തീരുമാനമെന്നാണ് രഞ്ജിനി തോമസ് പറയുന്നത്. തനിക്ക് തന്റേതായ ഒരു ഐഡന്റിറ്റി വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ ഈ തീരുമാനത്തോട് മറ്റൊരു എതിർപ്പും കൂടാതെ അദ്ദേഹം സമ്മതിച്ചപ്പോഴാണ് ഭർത്താവ് എന്ന നിലയിൽ തനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനം തോന്നിയെന്നും രഞ്ജിനി തോമസ് പറയുകയാണ്. ഒരു റിയാലിറ്റി ഷോയിലോ സ്റ്റേജിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ലേബൽ താൻ ആയുധമാക്കിയിട്ടില്ല എന്നും രഞ്ജിനി തോമസ് പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ തങ്ങളുടെ തീരുമാനം കൊണ്ട് തങ്ങളുടെ ബന്ധം കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്തതെന്നാണ് രഞ്ജിനി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഓരോ സ്ത്രീക്കും അവരവരുടേതായ ഐഡന്റിറ്റി വേണമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും രഞ്ജിനി തോമസ് ഈ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുന്നുണ്ട്. ഒരാളുടെ ഭാര്യ, ഒരാളുടെ മകൾ എന്നീ ടൈറ്റിലുകൾക്കും അപ്പുറം ഓരോ സ്ത്രീക്കും അവരവരുടേതായ ലേബൽ വേണമെന്നും രഞ്ജിനി തോമസ് പറയുന്നു. മുൻപൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും അന്ന് ഇതേക്കുറിച്ചൊക്കെ തന്നെ രഞ്ജിനി തോമസ് സംസാരിച്ചിട്ടുണ്ട്. ഒരുമിച്ചുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കാണാതെ വന്നപ്പോൾ ഇവർ വിവാഹബന്ധം വേർപെടുത്തിയോ എന്നുള്ള സംശയങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ കൂടി ആരാധകരും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും അന്ന് എത്തിയിരുന്നു. ഇതേ സംശയങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് അന്നും രഞ്ജിനി നൽകിയത്. ഒരുമിച്ചുള്ള ഫോട്ടോകളോ വീഡിയോകളോ പങ്കുവയ്ക്കാത്തതിന് ഒരു കാരണമെന്ന് പറഞ്ഞാൽ തിരക്ക് തന്നെയാണെന്നാണ് രഞ്ജിനി തോമസ് അന്ന് പറഞ്ഞത്. അത് ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്നൊന്നും തനിക്കറിയില്ല. എന്നാൽ പക്ഷെ രണ്ടുപേരും രണ്ട് മേഖലകളിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്നവരാണ്. ഒരു സൈഡ് ആ ടാഗ് ലൈൻ തന്റെ കരിയറിനെ ബാധിക്കാതെ കൊണ്ടുപോകണമെന്ന ആഗ്രഹവുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് താൻ കൂടുതൽ ഫാമിലി ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് എക്സ്പോഷർ കൊടുക്കാത്തതെന്നും അന്ന് രഞ്ജിനി തോമസ് ചൂണ്ടിക്കാട്ടി. എന്നാലും ചില പ്രത്യേക ഒക്കേഷനുകളിൽ താൻ ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ ഇടാറുണ്ട്. എങ്കിലും താൻ ഒഴിവാക്കുന്നതിന്റെ പ്രധാന കാരണം ഈ തിരക്കുകൾ തന്നെയാണെന്നും രഞ്ജിനി തോമസ് പറയുന്നുണ്ട്. സിനിമയാണ് ഒരു വശത്തുള്ളത്, ഭർത്താവ് സിനിമാ നടനാണ്. എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും അതിലേക്കാകും വരികയെന്നും രഞ്ജിനി പറയുന്നുണ്ട്. അതൊരു വലിയ ക്യാൻവാസ് തന്നെയാണ്. എന്നാൽ ഡാൻസ് ഒട്ടും മോശമാണെന്നല്ല പറയുന്നതെന്നും രഞ്ജിനി എന്ന് കൂട്ടിച്ചേർത്തു. പക്ഷെ ആളുകൾ കൂടുതലും താരതമ്യം ചെയ്യുന്നത് സിനിമയും നൃത്തവുമായിട്ടാണ്. നേരിട്ടും അല്ലാതെയും താൻ അത്തരം കമന്റുകൾ കേട്ടിട്ടുണ്ടെന്നാണ് രഞ്ജിനി തോമസ് എന്ന് പറഞ്ഞത്. എന്നാൽ പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് താൻ അത്തരം സംഭവങ്ങളൊന്നും കേട്ടിട്ടില്ല, വളരെ കുറവാണെന്നും രഞ്ജിനി പറയുകയുണ്ടായി. ഒരുപക്ഷെ ഇങ്ങനെ പ്രിവെന്റ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുള്ളത്. കുറച്ചൊക്കെ സ്വാഭാവികവും കുറച്ചൊക്കെ ബോധപൂർവമാണെന്നുമാണ് രഞ്ജിനി എന്ന് പറയുകയുണ്ടായത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.